വെൽക്കം ടു ലേണിംഗ് നോ. ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ ബയോമോളിക്യൂൾസ് ചാപ്റ്ററിലെ MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഫൈബ്രസ് പ്രോട്ടീൻസ് പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഓപ്ഷൻ എ വാൻഡർവാൾസ് ഫോഴ്സസ്, ഓപ്ഷൻ ബി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഓപ്ഷൻ സി ഹൈഡ്രജൻ ബോണ്ട്, ഓപ്ഷൻ ഡി കോവാലന്റ് ബോണ്ട്. ഈ ഫൈബ്രസ് ആൻഡ് ഗ്ലോബുലർ ഷേപ്പ് ഓഫ് പ്രോട്ടീൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടെർഷ്യറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസിലാണ്. ആൻഡ് ടെർഷ്യറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നത് ഹൈഡ്രജൻ ഫോഴ്സ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ്. സോ ഓപ്ഷൻ സി ഹൈഡ്രജൻ ബോണ്ട്സ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഈസ് ആൻ ഓപ്ഷൻ എ അമൈഡ് ലിങ്കേജ്, ഓപ്ഷൻ ബി എസ്റ്റർ ലിങ്കേജ്, ഓപ്ഷൻ സി ഈത്തർ ലിങ്കേജ്, ഓപ്ഷൻ ഡി അസറ്റൈൽ ലിങ്കേജ്. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് മോണോസാക്കറൈഡ് യൂണിറ്റ്സ് തമ്മിലുള്ള ലിങ്കേജ് ത്രൂ ഓക്സിജൻ ആറ്റത്തിനാണ് നമ്മൾ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്ന ഒരു ഈതർ ബോണ്ട് ആണ്. ഈതർ ബോണ്ട് എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? when more than 2 hydrocarbons linked by single bond to oxygen atom. So ഇവിടെ correct answer option C ആണ് ether linkage. Next question, starch is composed of two polysaccharides which are option A amylopectin and glycogen, option B amylose and glycogen, option C amylose 20% and amylopectin 80%, option D cellulose and glycogen. ഇവിടെ സ്റ്റാർച്ചിന്റെ രണ്ട് പോളിസാക്കറൈഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് അമിലോസ് ആൻഡ് അമിലോപെക്റ്റിൻ ആണ്. അമിലോസ് 20%, അമിലോപെക്റ്റിൻ 80%. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which reagent is used to convert glucose into saccharic acid? Option A bromine or water, option B nitric acid, option C alkaline solution of iodine, option D ammonium hydroxide. അപ്പോൾ ഗ്ലൂക്കോസ് ടു സാക്കറിക് ആസിഡ് കൺവേർഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റ് എന്ന് പറയുന്നത് ഡൈലൂട്ട് നൈട്രിക് ആസിഡ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ ഡൈലൂട്ട് നൈട്രിക് ആസിഡ് ഗ്ലൂക്കോസിനെ സാക്കറിക് ആസിഡിലാക്കിയിട്ട് ഓക്സിഡൈസ് ചെയ്യാണ് ചെയ്യുന്നത് ഇവിടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാൾട്ടോസ് ഇസ് മേഡ് അപ്പ് ഓഫ് ഓപ്ഷൻ എ 2 ആൽഫ ഡി ഗ്ലൂക്കോസ്, ഓപ്ഷൻ ബി നോർമൽ ബീറ്റ ഡി ഗ്ലൂക്കോസ്, ഓപ്ഷൻ സി ആൽഫ ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ്, ഓപ്ഷൻ ഡി ഫ്രക്ടോസ്. മാൾട്ടോസ് എന്ന് പറയുന്ന ഒരു ഡൈസാക്കറൈഡ് ആണ് which is made up of 2 ആൽഫ ഡി ഗ്ലൂക്കോസ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഗ്ലൂക്കോസ് യൂണിറ്റിന്റെ C1 എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്ലൂക്കോസ് യൂണിറ്റിന്റെ C4 യൂണിറ്റിനോട് ബോണ്ടഡ് ആണ്. ഓക്കെ, ആൻഡ് ബോണ്ട് ദാറ്റ് ജോയിൻസ് 2 ആൽഫ ഗ്ലൂക്കോസ് യൂണിറ്റ്സ് നമ്മൾ പറയുന്ന പേര് എന്താണ്? 1,4 linkage. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് 2 ആൽഫ ഡി ഗ്ലൂക്കോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the basic formula for starch? Option A C6H12O6N, option B C6H10O5N, option C C12H12O11, option D C6H12O4N. അപ്പോൾ സ്റ്റാർച്ച് മോളിക്യൂളിന്റെ ബേസിക് ആയിട്ടുള്ള കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് C6H10O5N ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is an example of aldopentose? Option A D-ribose, option B glyceraldehyde, option C fructose, option D erythrose. So example of aldopentose വരുന്നത് ഓപ്ഷൻ എ D-ribose ആണ്. ഇനി ഗ്ലിസറാൽഡിഹൈഡ് എന്ന് പറയുന്നത് ആൽഡോട്രയോസ് ആണ്, ഫ്രക്ടോസ് ആൽഡോഹെക്സോസ് ആണ്, എറിത്രോസ് വരുന്നത് ആൽഡോടെട്രോസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following treatment will convert starch directly into glucose? Option A heating with dilute H2SO4, option B fermentation by diastase, option C fermentation by cymase, option D heating with dilute NaOH. So correct answer ഇവിടെ വരുന്നത് ഓപ്ഷൻ എ ആണ്, heating with dilute sulfuric acid. Next question, the general formula of carbohydrates is option A CnH2n plus 1O, option B CnH2nO, option C CnH2ON, option D CnH2O2n. So correct answer വരുന്നത് ഇവിടെ ഓപ്ഷൻ സി ആണ്, CnH2ON ആണ് കാർബോഹൈഡ്രേറ്റ്സിന്റെ ജനറൽ ഫോർമുല. Next question, the alpha and beta forms of glucose are option A isomers of D plus glucose and L minus glucose respectively, option B diastereomers of glucose, option C anomers of glucose, option D isomers which differ in the configuration of C2. So ഇവിടെ correct answer വരുന്നത് actually option C ആണ്, anomers of glucose.
ഇവിടെ ആനോമേഴ്സ് വരുന്നത് ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസും ആണ്. Next question, what are the hydrolysis products of sucrose? Option A, fructose plus fructose. Option B, glucose plus glucose. Option C, glucose plus galactose. Option D, D-glucose plus D-fructose. Sucroseന്റെ hydrolysis products എന്ന് പറയുന്നത് D plus glucoseും D minus fructoseും ആണ്. So option D ആണ് correct answer. Next question. Carbohydrates are stored in human body as the polysaccharide. Option A, starch. Option B, glycogen. Option C, cellulose. Option D, amylose. So correct answer ഇവിടെ വരുന്നത് glycogen. Option B ആണ്. Next question. The conversion of maltose into glucose is possible by the enzyme. Option A, zymase. Option B, lactase. Option C, maltase. Option D, diastase. So correct answer വരുന്നത് option C, maltase ആണ്. Okay. Next question. Which of the following is a non-reducing sugar? Option A, glucose. Option B, sucrose. Option C, maltose. Option D, lactose. Non-reducing sugars എന്ന് പറഞ്ഞാൽ എന്താണ്? Sugars in which aldehyde or ketone function groups are not free. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ non-reducing sugar എന്ന് പറയുന്നത് sucrose ആണ്. Okay. So option B ആണ് ഇവിടെ correct answer. Next question. Secondary structure of protein refers to option A, sequence of amino acids in polypeptide chain. Option B, bonds between alternate polypeptide chains. Option C, folding patterns of polypeptide chain. Option D, bonding between NH3 plus and CO of two peptides. The secondary structure of protein refer ചെയ്യുന്നത് folding pattern of polypeptide chain ആണ്. Okay. So correct answer option C ആണ്. Next question. In cellulose, D-glucose units are joined by option A, alpha 1,4 glycosidic linkage. Option B, beta 1,6 glycosidic linkage. Option C, beta 1,4 glycosidic linkage. Option D, peptide linkage. Cellulose beta D glucose units join together ചെയ്തിരിക്കുന്നത് beta 1,4 glycosidic linkage വെച്ചിട്ടാണ്. So option C ആണ് correct answer. Next question. The anomeric carbon in D plus glucose is option A, C1 carbon. Option B, C2 carbon. Option C, C5 carbon. Option D, C6 carbon. So correct answer വരുന്ന ഇവിടെ option A ആണ്. C1 carbon ആണ് anomeric carbon in D plus glucose വരുന്നത്. Next question. How many carbon atoms are there in a pyranose ring? Option A 3, option B 5, option C 6, option D 7. So correct answer ഇവിടെ വരുന്നത് option B 5 ആണ്. Okay. Next question. The letter D in carbohydrates signifies option A, dextrorotatory. Option B, configuration. Option C, diamagnetic nature. Option D, mode of synthesis. So actual letter D denote ചെയ്യുന്നത് configuration ആണ്. അതായത് D configuration ആണോ N configuration ആണോ ഇതാണ് മെയിൻ ആയിട്ട് denote ചെയ്യുന്നത്. So option B ആണ് ഇവിടെ correct answer. Next question. A diabetic person carries a packet of glucose with him always because option A, glucose increases the blood sugar level slowly. Option B, glucose reduces the blood sugar level. Option C, glucose increases the blood sugar level almost instantaneously. Option D, glucose reduces the blood sugar level slowly. So the correct answer വരുന്നത് glucose blood sugar level almost instantaneously ആണ് increase ചെയ്യുന്നത്. Okay, option C ആണ് ഇവിടെ correct answer. Next question. Among the naturally occurring carbohydrates, furanose ring is found in the option A, glucose unit of cane sugar. Option B, glucose unit of cellulose. Option C, fructose unit of cane sugar. Option D, galactose unit of lactose. So correct answer വരുന്നത് actually ഇവിടെ option C ആണ്. Fructose unit of cane sugar ലാണ് furanose ring നമുക്ക് കാണാൻ സാധിക്കുന്നത്. Next question. Globular proteins are present in option A, blood. Option B, eggs. Option C, milk. Option D, all of this. Globular proteins നമുക്ക് tissue fluids എഗ്ഗില് മിൽക്കില് ബ്ലഡില് ഇതിലെല്ലാം കാണാൻ സാധിക്കും. So option D, all of these ആണ് correct answer.
Next question, which one of the amino acids can be synthesized in the body? Option A alanine, option B lysine, option C valine, option D histidine. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഡിസ്പെൻസിബിൾ ആയിട്ടുള്ള 5 അമിനോ ആസിഡ്സ് ആണുള്ളത്. ഓക്കെ, ദേ ആർ അലനൈൻ, അസ്പാർട്ടിക് ആസിഡ്, അസ്പാരഗിൻ, ഗ്ലൂട്ടമിക് ആസിഡ് ആൻഡ് സെറിൻ. സോ ഇവിടെ കറക്റ്റ് ആൻസർ അപ്പോൾ എന്താണ്? ഓപ്ഷൻ എ ആണ് അലനിൻ. Next question, denaturation of protein leads to loss of its biological activity by option A formation of amino acids, option B loss of primary structure, option C loss of both primary and secondary structure, option D loss of both secondary and tertiary structure. ഇവിടെ denaturation of protein involved ആയിട്ടുള്ള പ്രോസസ്സ് എന്തൊക്കെയാണ്? Disruption and also destruction of both secondary and tertiary structures. So option D ആണ് ഇവിടെ correct answer, loss of both secondary and tertiary structures. Next question, proteins are condensation polymers of option A alpha amino acids, option B beta amino acids, option C alpha hydroxy acids, option D beta hydroxy acids. So correct answer ഇവിടെ option A ആണ്, alpha amino acids. So അപ്പോൾ ഇത്രയാണ് ബയോമോളിക്യൂൾസ് ചാപ്റ്ററിലെ MCQs. Thank you.